എട്ടുകാലി കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സാധാരണ അകതന്ത്രത്തിൽ പഠിക്കുന്ന പോലത്തെ കീടലൂത വിഷങ്ങൾക്കുള്ള ചികിത്സ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ള മെഡിസിൻ ആണ് ഞാൻ കൊടുത്തു വിട്ടത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞ് വരുമ്പോഴും പേഷ്യന്റ് പറയുന്നു എട്ടുകാലി കടിച്ചിട്ട് അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ കുറെ പാടുകൾ വരുന്നു, വൈകുന്നേരം ആകുമ്പോൾ ആ പാടുകൾ വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി അതിനെ കുറച്ചുകൂടി മരുന്ന് എന്തെങ്കിലും മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് മാറ്റി കൊടുത്തു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇതുവരെ ഒരു റാഷസോ അങ്ങനെ ഒന്നും അവർ കാട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്താണ് അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബൈറ്റ് മാർക്കോ ഒന്നും അതിൽ കാണിക്കാൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടി അവരോട് ഞാൻ കുറച്ച് നേരം ഹിസ്റ്ററി എടുത്ത് സംസാരിച്ച് വന്നപ്പോഴാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സൈക്കോ ഡെർമറ്റോളജി കണക്ഷൻ ഉള്ള ഒരു കേസാണ്. അത് പറയുമ്പോൾ നമുക്ക് ഒരു കേസ് പറയുകയാണെങ്കിൽ അക്കാരോഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയഗ്നോസിസിലാണ് അത് അവസാനം കൊണ്ടെത്തിച്ചത്. നമ്മൾ വിചാരിക്കും ഒറിജിനലി പേഷ്യന്റിനെ എട്ടുകാലി കടിച്ചു എന്നും അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി കടിച്ചു എന്നും ഒക്കെ പറയും. പക്ഷെ അവർക്ക് കാണിക്കാൻ ഒരു പാടുകളോ അങ്ങനെയൊന്നുമില്ല. ചിലവര് പാടുകൾ ഉണ്ടാക്കിയിട്ട് വരും. അപ്പോൾ അത് ഒരു ഡെർമറ്റോളജി കേസിനെക്കാട്ടും കൂടുതൽ സൈക്കോ ഡെർമറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. അവർക്ക് ശരിക്കും കൗൺസിലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും വേണ്ടി മാത്രമാണോ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. മെഡിസിൻസ് അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെ മെന്റലി അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ നമ്മൾ ആ മെഡിസിൻസ് ഉള്ള രീതിയിലേക്ക് തന്നെ കൊടുത്തു.